നടൻ സലിം കുമാറിന് നാട് ഹൃദയപൂർവ്വം വേദനയോടുകൂടി യാത്രാമൊഴി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് അവിടെ പറവൂർ ടൗൺ ഹാളിലേക്ക് സാംസ്കാരിക കേരളം വിട നൽകാൻ ടൗൺ ഹാളിലേക്ക് പൊതുദർശനം അല്പസമയത്തിനകം തുടങ്ങാൻ പോകുന്നുണ്ട്. അവിടെ ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം ഉണ്ടാവുക. കൊച്ചി അമൃത ആശുപത്രിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം സാംസ്കാരിക മന്ത്രി പി സി വിഷ്ണു അടക്കമുള്ളവർ സലീം കുമാറിന് ആദരാഞ്ജലി അർപ്പിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് പ്രേക്ഷകർ നേരത്തെ കണ്ടിരുന്നു. ടൗൺ ഹാളിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങോട്ടേക്ക് നൂറുകണക്കിന് ആളുകൾ സലീം കുമാറിനെ, അവരുടെ പ്രിയപ്പെട്ട സലീമിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തും എന്ന തർക്കമില്ല. വലിയ മഴയുണ്ട്, പെരുമഴയാണെങ്കിൽ കൂടിയും അവർക്ക് അങ്ങോട്ടേക്ക് എത്താതിരിക്കാൻ കഴിയില്ല. അതിന് കാരണം അത്രത്തോളം സലീം കുമാർ ഇമ്പാക്റ്റ് നമ്മുടെയൊക്കെ മനസ്സുകളിൽ 30 വർഷം, യഥാർത്ഥത്തിൽ 56-57 വർഷങ്ങളിൽ ഭൂമിയിൽ ജീവിച്ചു മടങ്ങുന്നു ആ മഹാപ്രതിഭ. 30 വർഷങ്ങളാണ് അതിലെ സക്രിയമായ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം. 30 വർഷങ്ങളിൽ അത്രയധികം കഥാപാത്രങ്ങൾ, 30 വർഷങ്ങൾ മാത്രമേ ഉള്ളുവെങ്കിൽ കൂടിയും അത്രയും അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ കഥാപാത്രങ്ങൾ. നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ എല്ലാ ദിവസം എന്നോണം സലീം കുമാറിനെ ഓർക്കാത്തൊരു ദിവസം അദ്ദേഹത്തിൻ്റെ സിനിമാ ഡയലോഗുകൾ കൂടി തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം ഇമ്പാക്റ്റ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ മലയാളി ജീവിതങ്ങളിൽ ഉണ്ടാക്കി എന്ന കാര്യം വ്യക്തമാണ്. അത് ചിരിപ്പിച്ചിട്ടുണ്ട്, ചിന്തിപ്പിച്ചിട്ടുണ്ട്. അത് കൂടുകൂടെ ചിരിപ്പിക്കുകയും അങ്ങേയറ്റം കൂടെ കരയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അച്ഛനുറങ്ങാത്ത വീട് അടക്കമുള്ള ചിത്രങ്ങൾ, ആദാമിൻ്റെ മകൻ അബു അടക്കമുള്ള ചിത്രങ്ങൾ, ആ സിനിമകൾ കണ്ട് തിയേറ്ററിനകത്ത് ഇത് നല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ കാണുകയാണെങ്കിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ആ കഥാപാത്രം ചേരുന്ന അദ്ദേഹത്തിൻ്റെ മാനസിക സംഘർഷത്തിൻ്റെ കൂടെ വിങ്ങാത്ത മനുഷ്യരുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായും ആ വിങ്ങൽ, ആ ചിരി ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ്. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ അങ്ങോട്ടേക്ക് എത്താൻ പോകുന്ന നൂറുകണക്കിന് ആളുകൾ. പ്രജിൻ സി കാണാൻ ചേരുന്നു. പ്രജിൻ, ഈ പൊതുദർശനം എത്ര മണിവരെയാണ്? എനിക്ക് തോന്നുന്നത് പൊതുദർശനത്തിൻ്റെ ഒരു സമയം വെച്ചാൽ ആ സമയക്ലിപ്തത പാലിക്കാൻ കഴിയുന്നുണ്ടാവില്ല. കാര്യം അത്രയധികം ആളുകൾ വരും സമയത്ത് അങ്ങോട്ടേക്ക് വരാൻ പോകുന്നു. പ്രജിൻ, തീർച്ചയായിട്ടും ഹാഷ്മി, അത് ഉറപ്പാണ്. കാരണം 1 മണിവരെയാണ് ഇപ്പോൾ പൊതുദർശനം ടൗൺ ഹാളിൽ, പറവൂരിലെ ടൗൺ ഹാളിൽ നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ അതൊക്കെ കടന്ന് സമയം പോകേണ്ടി വരും എന്നാണ് നമുക്കിവിടെ നിൽക്കുമ്പോൾ തോന്നുന്നത്. കാരണം അത്രമാത്രം ആൾക്കാർ വളരെ നേരത്തെ തന്നെ ഈ ടൗൺ ഹാളിൻ്റെ പരിസരത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കനത്ത മഴ കഴിഞ്ഞ ഒരു 2 മണിക്കൂർ മുൻപ് വരെ ഉണ്ടായിരുന്നു ഇവിടെ. ആ സമയത്ത് പോലും ഇവിടേക്ക് ആൾക്കാർ എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അത് സൂചിപ്പിക്കുന്നത് സലീം കുമാർ എന്ന നടൻ അത് എത്രമേൽ ആൾക്കാരുടെ ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ട് എന്നതാണ്. അതിൻ്റെ ഇതിപ്പോൾ നമുക്ക് കാണാം. ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്നുകൂടെ പോകാം. ഇപ്പോൾ സലീം കുമാറിൻ്റെ കുടുംബം ഈ ടൗൺ ഹാളിനകത്തേക്ക് വരുന്നുണ്ട്. സലീം കുമാറിൻ്റെ പത്നി സുനിത, ഒപ്പം മകൻ ചന്തു, അവരെല്ലാം തന്നെ ഇപ്പോൾ ടൗൺ ഹാളിനകത്തേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം മൃതദേഹം കൂടി ഈ ടൗൺ ഹാളിനകത്തേക്ക് എത്തിക്കും. എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഒപ്പം തന്നെ സിനിമാ മേഖലയിലെ പ്രമുഖരും, സിനിമാ മേഖലയിലെ വലിയ സൗഹൃദ വലയം ഉള്ള ഒരാളാണ് സലീം കുമാർ. ഒപ്പം തന്നെ ഇവിടെ പറവൂർ എന്ന് പറയുന്ന നാട് സലീം കുമാറിനെ ഏത് രീതിയിലാണ് കാണുന്നതെന്ന് ഇവിടുത്തെ നാട്ടുകാരുടെയൊക്കെ പ്രതികരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ മൃതദേഹം ടൗൺ ഹാളിനകത്തേക്ക് ഒരുപക്ഷെ ഒരുപാട് തവണ ടൗൺ ഹാളിൽ പല പരിപാടികൾക്കും, പല സാംസ്കാരിക പരിപാടികൾക്കും, തൻ്റെ പെർഫോമൻസിനുമൊക്കെയായി ഒരുപാട് തവണ വന്ന ഈ ടൗൺ ഹാളിലേക്ക് സലീം കുമാർ അവസാനമായി വരികയാണ്. അത്യന്തം വൈകാരികമായാണ് ഈ നിമിഷത്തെ ഇവിടുത്തെ നാട്ടുകാരും ഒപ്പം തന്നെ സുഹൃത്തുക്കളും കാണുന്നത്. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ, അവസാന യാത്രാമൊഴിയേകാൻ സുഹൃത്തുക്കളുടെ ഒരു വലിയ നിര തന്നെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മലയാളത്തിൻ്റെ പ്രിയ നടൻ സലീം കുമാറിൻ്റെ മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിനായി പറവൂർ ടൗൺ ഹാളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സലീം കുമാറിനൊപ്പം നിലകൊണ്ടിരുന്ന സിനിമയിലെ സുഹൃത്തുക്കൾ ഇപ്പോഴും ഈ അവസാന യാത്രയിലും സലീം കുമാറിനൊപ്പമുണ്ട് എന്നത് നമുക്കിവിടെ കാണാം. നേരത്തെ തന്നെ എത്തിയ സാംസ്കാരിക വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ് നമ്മളോട് പറഞ്ഞത് അദ്ദേഹം ഒരു അടുത്ത സുഹൃത്താണ്. അത് സുഹൃത്തിനെ നഷ്ടപ്പെടുണ്ടാവുള്ള ഒരു വേദന അത് ഇപ്പോൾ അനുഭവിക്കുന്നു എന്നാണ് മന്ത്രി പറഞ്ഞത്. ഒപ്പം തന്നെ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ ഒരു നടൻ, അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ബഹുമതികളോടും കൂടി ആയിരിക്കും അന്ത്യാഞ്ജലിയും യാത്രാമൊഴിയും ഏകുക നേരത്തെ വ്യക്തമാക്കിയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നേരിട്ട് അന്ത്യോപചാരങ്ങൾ അർപ്പിക്കാൻ ഇവിടെ പറവൂരിലെത്തും നേരത്തെ അറിയിച്ചതാണ്. അപ്പം മന്ത്രിമാരും ഇവിടേക്ക് എത്തും. ഒരു വലിയ ജനക്കൂട്ടം ഈ ടൗൺ ഹാളിന് പുറത്ത്, ഇപ്പോൾ ജനങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിച്ച് തുടങ്ങിയിട്ടില്ല. ഈ മൃതദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടേ ഉള്ളൂ. അല്പസമയത്തിനകം ഈ വാതിലുകൾ തുറന്നു കൊടുത്താൽ അണമുറിയാതെ അകത്തേക്ക് ആ പ്രവാഹമുണ്ടാകും, ജനങ്ങളുടെ പ്രവാഹമുണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹാഷ്മി നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എത്ര കഥാപാത്രങ്ങളുണ്ട്. ഈ ഇഷ്ടമാണ് 100 വട്ടം എന്ന സിനിമ തുടങ്ങി ഇങ്ങോട്ടേക്ക് ചെയ്ത എത്ര സിനിമകളുണ്ട്. നമ്മൾ ദിവസേന പറയുന്ന എത്ര സലീം കുമാർ ഡയലോഗുകളുണ്ട്. നമ്മുടെ മനസ്സിലേക്ക് അറിയാതെങ്കിലും എത്തുന്ന എത്ര സലീം കുമാർ കഥാപാത്രങ്ങളുടെ മുഖങ്ങളുണ്ട്. ഇതെല്ലാം ഇനി ഓർമ്മകളിലേക്ക് മായുകയാണ്. ഇനി ആ കഥാപാത്രങ്ങളിലൂടെ ആയിരിക്കും സലീം കുമാർ ജീവിക്കുക എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ
സുഹൃത്തുക്കൾക്കും സിനിമാ പ്രവർത്തകർക്കും കഴിയുന്നില്ല എന്നാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 57 വയസ്സ് മാത്രം പ്രായമുള്ള സലീം കുമാർ ഈ നമ്മെ വിട്ടുപോകുന്നത് കാര്യം അത് അപ്രതീക്ഷിതമാണ്, അങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്ന് ഓരോരുത്തരും പ്രതികരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാവരും പറയുന്നൊരു കാര്യം, സലീം കുമാർ എന്ന നടന്റെ വൈഭവം, അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ ഒരു ആഴം, അത് മലയാള സിനിമ എത്രമാത്രം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ 2 പടങ്ങളുടെ പേര് എപ്പോഴും എടുത്തു പറയും. നേരത്തെ ഹാഷ്മി ഇത് പറഞ്ഞു, അച്ചറുറങ്ങാത്ത വീടും അതോടൊപ്പം ആദാമിന്റെ മകൻ അബുവും. ഈ 2 പടങ്ങളിൽ മാത്രം അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ ആഴം അത് അങ്ങനെ തളച്ചിടേണ്ടതല്ല എന്നാണ് ചലച്ചിത്ര രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ പറയുന്നത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് അവസരങ്ങൾ ഉണ്ടാകുമായിരുന്നു, പക്ഷേ ഈ വിയോഗം അതെല്ലാം ഇല്ലാതാക്കുകയാണ്. ഒരുപക്ഷെ അഭിനയ രംഗത്തിന്റെ ഏറ്റവും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോകുന്ന ഒരു സമയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.